ഇനിയുള്ള നമ്മുടെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഇതാണ്. പൊതുജനങ്ങൾക്ക് പോലീസിനെ എങ്ങനെ ഈസി ആയിട്ട് കോൺടാക്ട് ചെയ്യാം? പോലീസിന്റെ സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വം എങ്ങനെയാണത് പൊതുജനങ്ങൾക്ക് വേണ്ടി പോലീസ് അത് ചെയ്തു കൊടുക്കുന്നത്? സ്കൂളുകളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ പോലീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പോലീസിനെ കോൺടാക്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞ കാര്യം പോകണം, 911 വിളിക്കുക അല്ലെങ്കിൽ നോൺ എമർജൻസി. പിന്നെ നിങ്ങളിപ്പം ഒരു പോലീസുകാരനുമായിട്ട് കോൺടാക്ട് ഉണ്ട്, ഒരു നിങ്ങളുടെ കംപ്ലയിൻറ്റ് അദ്ദേഹമാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തോട് ഇമെയിൽ അഡ്രസ്സ് ചോദിക്കാം. പൊതുവേ ഫോൺ നമ്പർ അവർ ഹാൻഡ് ഓവർ ചെയ്യാറില്ല, ബിക്കോസ് ആൾക്കാർ എപ്പോഴും വിളിക്കും. ഇമെയിൽ അഡ്രസ്സ് കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യും. അതാണ് പോലീസിനെ കോൺടാക്ട് ചെയ്യാനുള്ള മാർഗം. 2 സ്കൂളുകളിൽ ഇപ്പം ആൽബർട്ടയിലെ സ്കൂളുകളിൽ എഡ്മണ്ടണിൽ നമ്മൾ SRO എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്, സ്കൂൾ റിസോഴ്സ് ഓഫീസർ. അതായത് അപ്പോൾ ഒരു പോലീസുകാരൻ അവിടെ ഉണ്ട്. അപ്പം അവർ സ്കൂളിലുള്ള കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഡീൽ ചെയ്യുന്ന അവരാണ്. അപ്പം അങ്ങനെ അവർ ചെയ്തു പോകുന്നു. അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരവിടെ ഇടപെടും. അതാണ് സ്കൂളുകൾക്കുള്ള സേഫ്റ്റി പോലീസ് ഉറപ്പ് ചെയ്യുന്നത്. പിന്നെ പോലീസിന്റെ മൊത്തത്തിലുള്ള ഒരു ജോലി എന്ന് പറയുന്നത് കീപ് ദ പീസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ ട്രാഫിക് ഡ്യൂട്ടീസ് ഉണ്ട്, പിന്നെ ട്രാഫിക് എൻഫോഴ്സ്മെന്റ്, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ന് പറയാൻ അൾട്ടിമേറ്റ് ജോലി പോലീസിന്റെ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കീപ് ദ പീസ്. അപ്പം ചേട്ടൻ പറഞ്ഞത് വെച്ച് ചുരുക്കി പറഞ്ഞാൽ ചുമ്മാ ഒരാളെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു വാക്കുതർക്കം ഉണ്ടായാലോ ചുമ്മാ പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വേണം, കറക്റ്റായിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ടോ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വാക്കുതർക്കം ഉണ്ടായി നാട്ടിലൊക്കെ ഞാൻ ഒട്ടനവധി നാട്ടിലവിടെ പെട്ടെന്ന് വിമർശിക്കുന്നതല്ല കേട്ടോ. നമ്മൾ യൂട്യൂബ് വഴി അല്ലെങ്കിൽ നമുക്കിപ്പം സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ കാണുന്നതാണ്. ഒരു വാക്കുതർക്കം ഉണ്ടായി അതിന് കാര്യങ്ങൾ 2 വശവും നോക്കാതെ കൂടുതൽ ഒച്ച ഉയർത്തുന്നതിനെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ട്രെയിനിങ്ങിന് പോയപ്പം നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുകയാണ്, നമ്മൾ പോലീസുകാരൻ എന്ന നിലയിൽ നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു കാര്യം ചെയ്തു അല്ലെങ്കിൽ നമ്മളൊരു ആക്ഷൻ ചെയ്തു, ഒരാളെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ബലം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒന്ന്, ഒരാളെ വെടിവെച്ചു എന്ന് തന്നെ കൂട്ടിക്കും. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നീ ഈ ചെയ്ത കാര്യം നിന്റെ വീട്ടിൽ ചെന്നിട്ട് അവർ ഡിഫൻസ് ലോയറോടല്ല ചോദിക്കുന്നത്, പ്രൊഫസറോടല്ല ചോദിക്കാൻ പറയുന്നത്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളോടല്ല ചോദിക്കാൻ പറയുന്നത്. നീ നിന്റെ വീട്ടിൽ പോയിട്ട് നിന്റെ വല്യമ്മ എന്ന് പറയുന്നത് പഴയ ആളാണ്, നിന്റെ വല്യമ്മയോട് പറയാണ് ഇതാണ് സംഭവിച്ചത്, ഞാൻ ഇത് ചെയ്തു എന്ന് പറയും. നിന്റെ വല്യമ്മ പറയണ അത് ഇപ്പം നീ ചെയ്തല്ലേ പറ്റത്തുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യേണ്ട ആവശ്യമായിപ്പോയി. അല്ല നിന്റെ വല്യമ്മ പറയാണ് അത് ഇച്ചിരി കടന്ന കൈ ആയിപ്പോയില്ലടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നത്തിലേക്ക് ലീഡ് ചെയ്യും. അതാണ് അവർ പറയുന്നത്. നമ്മൾ ഏറ്റവും എന്നാ പറയുന്നത് നിഷ്കളങ്കമായ ചിന്താഗതിയുള്ള ഒരാളോട് ചോദിക്കുക, അത്ര എഡ്യൂക്കേറ്റഡും അല്ല, അത്ര കോംപ്ലക്സിറ്റി ആയിട്ട് ചിന്തിക്കുന്ന ആളുമല്ല. നമ്മളൊരു ഗ്രാമയോട് പറയുക ഇതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അവർ പറയാം, ആ ഗ്രാമം നിന്നോട് തിരിച്ച് പറയാണ് അത് ഇച്ചിരി കടന്നു കൈയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഡിഫൻസ് ലോയറോ അങ്ങനെയൊക്കെ വരും. പക്ഷെ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അഗൈൻ എനിക്കറിയത്തില്ല അവിടുത്തെ പോളിസികളും പ്രൊസീജിയറും, പക്ഷേ കാണുമ്പം എനിക്കും സംശയമുണ്ട് ഇത് മുമ്പോട്ട് എങ്ങനെ പോകുന്നത്. നമ്മുടെ നാട്ടിലെ പോണക്കല്ലേ ഇവിടെ പോലീസുകാർ അനാവശ്യമായിട്ട് ബലം പ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേസ് വരിക തന്നെ ചെയ്യും. അങ്ങനെ എത്രയോ പോലീസുകാർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചാർജ് ചെയ്യപ്പെടുകയും വന്ന ചരിത്രങ്ങളുണ്ട്. പൈസയുടെ സ്വാധീനം അങ്ങനെയുള്ള ഇവിടെ ഞാൻ 13 വർഷമായിട്ട് ഞാൻ പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളും എൻ്റെ സൂപ്പർവൈസർ പോലും എന്നോട് സംസാരിക്കാറില്ല. ഞാൻ അറസ്റ്റ് ചെയ്യുന്നു, ഞാൻ ചാർജ് ചെയ്യുന്നു, നമ്മൾ കൺസൾട്ടേഷൻ ഉണ്ട്. അതായത് നമ്മൾ സൂപ്പർവൈസറോട് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യും, അവർ നമ്മളെ എഗ്രി ചെയ്യണം. കാരണം കുറച്ചുകൂടെ അവർ നമ്മളെക്കാളും കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ളതാണ് സൂപ്പർവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ അവരോട് സംസാരിക്കും. അപ്പോൾ കേസ് കൺസൾട്ടേഷൻ എന്ന് പറയും, അത്രേ ഉള്ളൂ. അതിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പുള്ളിക്ക് പറഞ്ഞാൽ ഐ തിങ്ക് യു ക്യാൻ ചാർജ് ഇത്ര ഉണ്ട്, അല്ലെങ്കിൽ യു ക്യാൻ ടെൽ യുവർ കേസ് ടു ദം. നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ കൂടുതൽ നമുക്കായിരിക്കും അറിയാവുന്നത്, ബിക്കോസ് ഞാനാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ഞാൻ പറയുന്നത് പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എനിക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ പോലീസിന് ലോയേഴ്സ് ഉണ്ട്, കുറച്ചുകൂടെ കോംപ്ലക്സ് ആണെങ്കിൽ അവരോടും നമുക്ക് സംസാരിക്കാം, പോലീസ് ലോയേഴ്സിനോട്. അപ്പോൾ അവർ നമുക്ക് ഉപദേശങ്ങൾ തരും. ഇങ്ങനൊരു കേസിലോ ഉണ്ട്, ചാർജ് ചെയ്താൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പാടായിരിക്കും, അല്ലെങ്കിൽ ചാർജ് ചെയ്യാമെന്നും പറയും. അല്ലാതെ വേറൊരാളെയും ഒരു ഇതുമില്ല. ഈവൻ ഇവിടുത്തെ ജസ്റ്റിസ് മിനിസ്റ്ററിന് വരെ 4 വർഷം മുമ്പ് ഒരു ടിക്കറ്റ് കിട്ടി, സ്റ്റോപ്സ് ആൻഡ് വയലേഷന്. എന്നിട്ട് അത് പുള്ളിക്കാരൻ ചീഫിനെ വിളിച്ച് റേസിസം ആണെന്ന് ചോദിച്ചതിന് പേര് വരെ പുള്ളിക്ക് ജോലി നഷ്ടപ്പെട്ട ചരിത്രമുണ്ട്. ചേട്ടാ, ഇവിടെ ഒരു പ്രൈം മിനിസ്റ്ററോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റിലുള്ള ഉയർന്ന ആൾക്കാരോ ഇല്ലെങ്കിൽ പോലീസിന്റെ ഏറ്റവും ഉയർന്ന ആൾക്കാരോ പോകുമ്പോൾ നിങ്ങൾ അകമ്പടി സേവിക്കേണ്ട കാര്യങ്ങളോ ഇല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് റൂട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യങ്ങളോ
പ്രധാനമന്ത്രിയാണെങ്കിൽ ഓക്കെ, അല്ലാതെ താഴത്തുള്ള മന്ത്രിമാര് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് അങ്ങനെ സാഹചര്യം ഉണ്ടോ? ഇവിടുത്തെ പോലീസ് ചീഫിനൊന്നും ഒരു പ്രൊട്ടക്ഷനും ഒരു ഇതുമില്ല, ഇപ്പോൾ പ്രൊട്ടക്ഷനൊന്നും പോകാറില്ല. പക്ഷെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ സെക്യൂരിറ്റി ഇതുണ്ട്, അത് നെസസറി ആണല്ലോ. RCMPയും പിന്നെ നമ്മുടെ പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിനോട് അവർ ചോദിക്കും, അങ്ങനെ അവിടെ പ്രൊട്ടക്ഷന് വേണ്ടി എസ്കോർട്ട് പോകാറുണ്ട്. പക്ഷേ ബാക്കി മന്ത്രിമാർക്കും അങ്ങനെയുള്ളവർക്കൊന്നും പ്രൊട്ടക്ഷൻ പോയ ചരിത്രവും അങ്ങനെ കേട്ടിട്ടില്ല. ഈവൻ ആൽബർട്ടായിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ക്രിസ്റ്റ്യന ഫ്രീലൻഡ് അവരുടെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്നു, പുള്ളിക്കാരി വണ്ടി സ്പീഡിൽ ഓടിച്ചതിന് ആൽബർട്ട ഷെരീഫ് പുള്ളിക്കാരിക്ക് ടിക്കറ്റ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരിക്ക് എസ്കോർട്ടൊന്നും ഇല്ല. ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദയനീയമായിട്ടൊരു വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയ വഴി കണ്ടു. അതായത് നമ്മുടെ നാട്ടിൽ ഒരു പ്രായമുള്ള അപ്പച്ചന് വണ്ടി ഇടിച്ച് മരിച്ചു പോകുന്നതാണ്. ചേട്ടനത് കണ്ടിരുന്നു അല്ലേ? അപ്പം അതിനെക്കുറിച്ച് എനിക്ക് വളരെ എനിക്ക് വിഷമം തോന്നി. കാരണം ആ മനുഷ്യന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം സ്റ്റക്കായിപ്പോയി. അപ്പം അതിനെക്കുറിച്ച് ഇവിടെയൊക്കെ ആണെങ്കിൽ അതെന്തായിരിക്കും എന്ന് പറഞ്ഞുതരാമോ? ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം എമർജൻസി ഡ്രൈവേഴ്സിനും സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പം ഫയറും പോലീസും ആംബുലൻസും ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്, പ്രൈവറ്റ് എംപ്ലോയീസ് അല്ല. അപ്പം നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രൈവറ്റ് ഡ്രൈവേഴ്സിന് സ്പീഡിൽ പോകുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്, ആംബുലൻസ് ആയാലും. പക്ഷെ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോലീസ് ആയാലും ഫയർ ആയാലും ആംബുലൻസ് ആയാലും ഒരു ഇൻ്റർസെക്ഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ 4 വഴികളുള്ള ഇൻ്റർസെക്ഷൻ കഴിയുമ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ട് സേഫായിട്ട് വിത്ത് ലൈറ്റ്സ് ആൻഡ് സൈറൻ സേഫ് ആയിട്ടാണെങ്കിൽ മാത്രം നമ്മൾ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. കാരണം വെച്ചാൽ ചിലപ്പോൾ നമുക്ക് റെഡ് ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ആംബുലൻസ് ഒക്കെ പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ആ ആംബുലൻസ് എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിക്കാരൻ സീബ്ര ലൈനിലാണ്. ആംബുലൻസ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ റോഡുകൾക്ക് വളരെ സൈസ് ചെറുതാണ്. അപ്പം സൂക്ഷിച്ചു പോവുക എന്നുള്ളതാണ് പറഞ്ഞാൽ മനസ്സിലാക്കുക. നമ്മളിപ്പം ഒരാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ 4 പേരെ കൊല്ലുന്നതുകൊണ്ട് അർത്ഥമില്ല. അഗൈൻ എനിക്കറിയത്തില്ല അവിടുത്തെ പുള്ളിക്ക് എന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള. പക്ഷേ ഇപ്പം ഇവിടുത്തെ കേസിൽ ഞാൻ എമർജൻസി റെസ്പോണ്ട് ചെയ്യുക, ഒരു സീബ്ര ലൈനിൽ വെച്ച് ഒരു പെഡസ്ട്രിയനെ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് എൻ്റെ ഫോൾട്ടാണ്. പറഞ്ഞു മനസ്സിലായോ? പിന്നെ ഈൽഡ് ചെയ്യാന്നുള്ള പുള്ളി കേട്ടോ ഇല്ലോ എന്നൊന്നും എനിക്കറിയില്ല. എഗെയിൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൻസറാണ്. നമ്മളിപ്പം ഇവിടെ നിന്ന് ഞാൻ കഥ പറയാനൊന്നും അർത്ഥമില്ല. അവിടുത്തെ ആംബുലൻസിൻ്റെ കാര്യങ്ങൾ എനിക്കറിയത്തില്ല, ആ പെഡസ്ട്രിയൻ്റെ അവസ്ഥ എനിക്കറിയത്തില്ല. റോഡിൻ്റെ ഞാൻ വീഡിയോ കണ്ടു, ഞാനും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയാൻ നമുക്ക് 10 സെക്കൻഡ് വീഡിയോ കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറയുന്നത് അർത്ഥമില്ല. പക്ഷേ നാട്ടിലെ റോഡിനെ വലുപ്പം വെച്ച് ഞാൻ ഇവിടുത്തെ ഒരു ശൈലി വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ലൈറ്റും സൈറനും ഉണ്ടാകും. കാരണം വെച്ചാൽ ആൾക്കാർക്ക് ഒരു അവയർനെസ് വരുത്താൻ ഞാൻ പോവുകയാണെന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞാൻ ഇവിടുത്തെ ചെറിയ വഴികൾ കൂടി ഞാൻ അത്രയും സ്പീഡിൽ വണ്ടി ഓടിക്കാറില്ല. പിള്ളേരായാലും ജമ്പ് ചെയ്യാം, പാർക്കങ്ങളുടെ സ്ഥലത്ത് ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് നമ്മളിവിടെ പോകുന്നത്. ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായതും, നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡ് സൗകര്യങ്ങളൊക്കെ ഇപ്പം പലതും എല്ലാം കൺജസ്റ്റഡ് ആണ്. രണ്ടാമത് പോപ്പുലേഷൻ ഒരു വലിയ കാര്യമാണ്, വണ്ടിയുടെ തിരക്കുകൾ വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് ഗവൺമെൻറ് ആലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയും എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങൾക്ക് ഉപകാരമാകും എന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മാറാനാണ് നോക്കേണ്ടത്. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ നന്മകളും ഉണ്ട് പോരായ്മകളും ഉണ്ട്. കാനഡയ്ക്കും നന്മകളും ഉണ്ട് പോരായ്മകളും ഉണ്ട്, നമ്മുടെ നാടിനാണെങ്കിലും നന്മകളുണ്ട് പോരായ്മകളുണ്ട്. നമ്മൾ അതാത് രാജ്യത്ത് ഏതാണോ ജീവിക്കുന്നത് അവിടുത്തെ എക്സ്പീരിയൻസും ഇതിനെ അക്സെപ്റ്റ് ചെയ്തും അനുഭവം കൊണ്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പോവുക. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ ഒട്ടനവധി ഇനിയും ഉണ്ട്. നമ്മൾ വീഡിയോയ്ക്കും ഒരു ഇത് വേണ്ടേ, അവസാനിപ്പിക്കണ്ടേ? പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഞാനിത് പെട്ടെന്ന് ഇപ്പോൾ എടുത്തതിൻ്റെ കാര്യം, ചേട്ടന് യൂണിഫോമിലല്ല, അല്ലെങ്കിൽ വണ്ടി ഉണ്ട്, പക്ഷേ ഞാൻ നാട്ടിലേക്ക് പോരുകയാണ്. ഞാൻ ഈ മാസം ഞാൻ നാട്ടിലേക്ക് പോരും. അതിന് മുമ്പായിട്ട് ഇനി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല. അതാണ് ഞാൻ പെട്ടെന്ന് ചേട്ടാ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ വീട്ടിലേക്ക് പോരും എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം യൂണിഫോമും ഇല്ലെങ്കിൽ ടൂൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, വണ്ടികളുണ്ട്. അതൊക്കെ ഒരു നാൾ ഇനി എന്തെങ്കിലും നമുക്ക് അവസരം കിട്ടുവാണെങ്കിൽ ചേട്ടാ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇനിയുള്ള അവസാനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ, ഒരു ആളെന്ന നിലയിൽ ഒരു ക്രൈം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊതുവായിട്ട് ഞാൻ വഴി പോകുമ്പോൾ ഒരു ക്രൈം കണ്ട് ഇനി എനിക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ അസൾട്ട് ചെയ്താലോ അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരെയുമായിട്ട് ഉപദ്രവിക്കേണ്ടതുണ്ടെങ്കിൽ അതെങ്ങനെയാണ് 911 ആയിരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷ. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എനിക്കത് അപകടമാണെന്നുണ്ടെങ്കിൽ എത്ര സ്പേസ് ഇടണം, എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? നമ്മളിപ്പം എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒഫൻസ്, അസോൾട്ട് അങ്ങനെയുള്ള കാണുകയാണെങ്കിൽ നമ്മുടെ സേഫ്റ്റി ആയിരിക്കണം ഏറ്റവും പ്രയോറിറ്റി. ഇപ്പം നമ്മൾ ഒരാളെ സേവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സേഫ്റ്റി, പബ്ലിക് എന്ന നിലയിൽ നമ്മൾ പുട്ട് ചെയ്തിട്ട്
നമ്മൾ നടുവൊടിയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അസോൾട്ട് ചെയ്യപ്പെടുന്നുണ്ടോ അർത്ഥം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കഴിവതും ചെയ്യേണ്ട കാര്യം സേഫായിട്ട് നിന്നിട്ട് 911 റിപ്പോർട്ട് ചെയ്യുക. അതായത് പബ്ലിക്കിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബി എ ക്രെഡിബിൾ വിറ്റ്നസ്. അതായത് കറക്റ്റ് ഇൻഫർമേഷൻ പോലീസുകാർക്ക് കൊടുക്കുക. അതായത് പോലീസിനെ വിളിക്കുമ്പോൾ ഇമോഷണൽ ആകാതെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ പോലീസിന് എത്രയും പെട്ടെന്ന് അവിടെ എത്താനും ചെയ്യാൻ പറ്റും, ചെയ്യുന്ന ആളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വീടുകളിൽ ബ്രേക്ക് ആൻഡ് എൻ്റർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിറ്റിസൺസ് അറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അത് സീരിയസ് ക്രിമിനൽ ഒഫൻസ് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് അറസ്റ്റ് ചെയ്യാം. പക്ഷേ അതിലും നമ്മൾ കാര്യം ചെയ്യേണ്ടത് നമുക്ക് സേഫായിട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അത് നമ്മുടെ സേഫ്റ്റി നമ്മൾ അപകടപ്പെടുത്തേണ്ടതായിട്ട് വരുമോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്, വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ സേഫ്റ്റി ആയിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി. നമ്മൾ വീട്ടിലൊക്കെ അതിക്രമിച്ചിപ്പം കയറി കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ഡോറേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇതെല്ലാം വലിയ കട്ടിയൊന്നും ഇല്ലാത്തതാണ്. അപ്പം നമ്മൾക്ക് ഓടി രക്ഷപ്പെടാൻ അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ട് വെളിയിലേക്ക് പോകുന്നതൊക്കെയല്ലേ ഏറ്റവും സേഫ്. ഞാൻ പറഞ്ഞില്ല, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സേഫ്റ്റിയാണ് നമ്മുടെ കഴിവതും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്കിപ്പം എക്സിറ്റ് പിള്ളേരുമായിട്ടൊന്നും പുറത്തു പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാം. അതിനുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പം 4 പിള്ളേരുണ്ട്, 3 പിള്ളേരും കൂടെ ഓടി ഇറങ്ങാൻ പറ്റുന്നില്ല, കൊച്ചുമായിട്ട് ചിലപ്പം വേറെ റൂമിലാണ്, അപ്പം നിങ്ങൾക്ക് പുറത്തിറങ്ങി ഓടാൻ പറ്റത്തില്ല, കൊച്ചിന്റെ പേടിയുണ്ട്, അങ്ങനെ വരുന്ന രീതിക്ക് നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാം. അതിനുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഡിഫെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ പേര് നമ്മളൊന്നും ചാർജ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം സേഫ്റ്റിയാണ്. നിങ്ങളുടെ സേഫ്റ്റി നമ്മൾ കൂടുതലും പ്രശ്നമാക്കണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞൊരു കേസിൽ ഇറങ്ങി ഓടാൻ പറ്റുന്നില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാം. അത് ചാർജിലേക്ക് നയിക്കാൻ സാധ്യതയില്ല. ഓക്കെ, ഒരു കാര്യം കൂടെ ഉള്ളത്, ഇതിൽ എത്രത്തോളം ഞങ്ങളൊരു ക്രൈം കണ്ടു, ഇല്ലെങ്കിൽ ഒരു നെയ്ബർ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്, അയാൾ ക്രിമിനലാണ്. അപ്പം എൻ്റെ അനോണിമിറ്റി, എൻ്റെ പ്രൈവസി, കാരണം എനിക്ക് നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ വാദി പ്രതിയാകുന്ന സാഹചര്യങ്ങളുണ്ട്, നമുക്ക് തുറന്ന് പറയാൻ വേണ്ടി പേടി. അപ്പം എൻ്റെ മനസ്സിലിപ്പോൾ ഇതാണ്, ആ ക്രൈം ഇയാൾ സ്ഥിരം ഒരു കുറ്റവാളിയാണ്, ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കില്ല എന്നൊരു പേടിയുണ്ട്. അപ്പോൾ അത് പോലീസ് എത്രത്തോളം എൻ്റെ അനോണിമിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ പ്രൈവസി എങ്ങനെ അത് കാത്തു സൂക്ഷിക്കും? ഇവിടെ വാദി പ്രതിയാകുന്ന കേസുകളില്ല. അതിപ്പം നിങ്ങൾ വാദി പ്രതി ആയിരുന്ന ശേഷം പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വാദി തന്നെ പ്രതിയാകും. അത് കാര്യം തെളിവാണ്. നമ്മുടെ നാട്ടിലെ പോണക്ക് ഇടിച്ച വണ്ടി കിട്ടിയില്ലെങ്കിൽ വിളിച്ചവനെ പിടിച്ച് പ്രതിയാക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. കാരണം നമുക്ക് തെളിവാണ്. ഇവിടെ കോടതിയിൽ കാര്യങ്ങൾ സമർപ്പിക്കും, തെളിവില്ലെങ്കിൽ എല്ലാം ചീട്ടോട്ടാരം പുറത്ത് മടങ്ങി വീഴും. പോലീസുകാർക്ക് ജഡ്ജിയുടെ ഭാഗത്ത് എറിയും കേൾക്കും, അവരുടെ പണിയും പോകാൻ സാധ്യതയുണ്ട്. മനസ്സിലായി? നമ്മുടെ നാട് പോണക്കല്ല ഇവിടെ കറക്റ്റ് തെളിവുകൾ വേണം. അഗൈൻ എനിക്ക് നാട്ടിലെ കാര്യങ്ങൾ അറിയില്ല, നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നതാണ് പല കഥകളും. അപ്പം അതൊന്ന്. 2, ഇവിടുത്തെ ക്രൈം സ്റ്റോപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അനോണിമസ് ആയിട്ട് നമുക്ക് പോലീസിന് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ പൂർണ്ണമായിട്ടും അനോണിമിറ്റി അവർ കീപ്പ് ചെയ്യും. ഇനി വീഡിയോയുടെ നമ്മുടെ അവസാന ഭാഗമായി എനിക്ക് വേണ്ടി ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇവിടെ വരുന്ന സ്റ്റുഡൻസ്, ഒട്ടനവധി സ്റ്റുഡൻസ് ഇന്റർനാഷണലി വന്നവരുണ്ട് ഇപ്പം നിലവിൽ. കൂടാതെ തന്നെ ചെറുപ്പക്കാരും യൗവനക്കാരും ഭാര്യ ഭർത്താക്കന്മാർ ഉള്ളവരുണ്ട്. ഇവിടെ വന്നിട്ട് വർഷങ്ങളായുള്ള ടീനേജേഴ്സ്, ഇവിടെ ജനിച്ചു വന്നവരുടെ കുട്ടികളുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാമോ? എങ്ങനെ നമ്മൾ ആ നാട്ടിൽ വന്നാൽ അതിൻ്റെ രീതിക്ക് നിൽക്കുമോ, ഇല്ലെങ്കിൽ ഇപ്പം ഒട്ടനവധി സോഷ്യൽ മീഡിയ വഴി ഒട്ടനവധി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പം മറ്റുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ടായിക്കോട്ടെ, അവിടെ നമ്മുടെ നാട്ടുകാർ ചെയ്യുന്ന പ്രശ്നം ഉണ്ടാക്കുന്നു, ഇല്ലെങ്കിൽ ഇന്ത്യൻസ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാക്കുന്നു, ഇങ്ങനെ ചെയ്യുന്നു. അതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സെക്ഷൻ പറയാൻ പറ്റും. ഗൾഫ് കണക്കുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ കാനഡയിൽ വളരെ അധികം സ്വാതന്ത്ര്യമുണ്ട്. ടു എ പോയിന്റ് പല ആൾക്കാരും അവർക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു അവസ്ഥ വരികയാണ്. ഉദാഹരണത്തിന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അടി, ഉന്തും തള്ളും, അത് ക്രിമിനൽ ഒഫൻസിലേക്ക് ലീഡ് ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കംസ് വിത്ത് കോൺസിക്വൻസസ്. നമ്മൾ ഫ്രീഡം, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതുകൂടെ മാനിക്കാൻ ജീവിക്കാൻ ശ്രമിക്കുക. കാനഡ എന്ന് പറയുന്നത് സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് കൺട്രി. നമ്മൾ നാടിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ ഓപ്പർച്യൂണിറ്റികൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പലരും കാനഡയിലേക്ക് വരുന്നത്. കഴിവതും നിയമം പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ കുറച്ചുകൂടി ഫെമിലറൈസ് ചെയ്യുക എന്തൊക്കെയാണ് നിയമങ്ങളെന്നുള്ളത്. ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇഗ്നറൻസ് ഓഫ് ദ ലോ ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ്. നമുക്കറിയില്ല അതൊരു നിയമമായിരുന്നു എന്ന് പറയുന്നത് അതൊരിക്കലും എക്സ്ക്യൂസായിട്ട് പരിഗണിക്കില്ല. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന രാജ്യം, അതേത് രാജ്യമായാലും അതിലെ നിയമങ്ങൾ കുറച്ചുകൂടെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൻ്റെതായ കോൺസിക്വൻസസ്, പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് വിസ ഒക്കെ വരുന്നത് വെച്ചാൽ ഇപ്പം ഈ പഞ്ചാബി എക്സ്റ്റോർഷൻ്റെ കേസ് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം കാനഡ വളരെ സ്ട്രോങ് ആയിട്ട് ഡിപ്പോർട്ടേഷനിലേക്ക് പോവുകയാണ്. ഇപ്പം
നാട്ടിൽ വന്നിട്ട് നാട്ടിൽ നിന്ന് 50-40 ലക്ഷം രൂപ കടം മേടിച്ച് പഠിക്കാൻ വന്നിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അബദ്ധങ്ങൾ കാണിച്ചിട്ട് ഇപ്പം ഇമ്പയർഡ് ഡ്രൈവിംഗ് പോലും ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കൺസർവേറ്റീവ് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ അവർ നോൺ സിറ്റിസനെ ക്രിമിനൽ ഒഫൻസിൽ കൺവിക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഡിപ്പോർട്ട് ചെയ്യാനുള്ള അതിലേക്കാണ് അവർ നീങ്ങുന്നത്. കാരണം വെച്ചാൽ അതുകൊണ്ടൊക്കെ ഒരു മുറവിളി ഇപ്പോൾ ഇവിടെ ഉണ്ട്. കാരണം വെച്ചാൽ ആൾക്കാരും ഈ പഞ്ചാബികളുടെ എക്സ്റ്റോർഷൻ കേസ് കാരണം ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചെയ്യുക, അവസരങ്ങൾ ബലപ്പെടുത്തി അവസരങ്ങൾ ഉപയോഗിച്ച് ജീവിക്കാൻ ശ്രമിക്കുക, നിയമം അനുസരിക്കുക, നിയമം എന്താണെന്ന് മനസ്സിലാക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ചേട്ടാ, ഈ നിയമങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പം നമുക്ക് ഗൂഗിളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അല്ലാതെ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഒരു സിറ്റിസൺ ആയിക്കോട്ടെ, PR ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അവർക്ക് എളുപ്പം വെബ്സൈറ്റ് ഒരു ഏത് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും? പൊതുവെ ഗൂഗിളാണ് നമുക്ക് എല്ലാവരും ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ക്രിമിനൽ കോഡ് ചെക്ക് ചെയ്യാം. നമുക്ക് ക്രിമിനൽ കോഡ് ഒഫൻസസ് നമുക്ക് ഗൂഗിൾ വഴി തന്നെ ക്രിമിനൽ കോഡ് ചെക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ സുഹൃത്തുക്കളെ ഹണ്ടിങ് പോകുന്നവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അവർ ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ്, അപ്പം നമ്മൾ ഹണ്ടിങ് പോകുക, അല്ലെ പാർക്ക് റേഞ്ചേഴ്സ്, അങ്ങനെയുള്ള ഓഫീസുകളിൽ ഇമെയിൽ അയച്ചു ചോദിച്ചാൽ അവർ കഴിവതും ആൻസേഴ്സ്